തൃശൂർ ജില്ലാ കളക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു. അടുത്ത വർഷത്തെ തൃശൂർ പൂരം ഗംഭീരമായി നടത്തുമെന്നാണ് ആഗ്രഹമെന്ന് കളക്ടർ. NDA നേതൃയോഗം തൃശൂരിൽ നടന്നു. വർഗീയ പ്രീണനമെന്ന ഒറ്റ അജണ്ടയിൽ മാത്രം വിജയിക്കുന്ന LDF-നും UDF-നും ജനം കനത്ത തിരിച്ചടിയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. 20% വോട്ട് വളർച്ചയിലൂടെ കേരളത്തിലെ ശക്തമായ മൂന്നാം ജനകീയ ബദലായി NDA മാറിയെന്നും സുരേന്ദ്രൻ. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. പുല്ലഴി ചെറിയ പാലത്തിൽ വീണ്ടും കുളവാഴയും ചണ്ടിയും അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടു. മറ്റത്തൂർ താളുപാടത്ത് കാട്ടാനയിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. 250ഓളം വാഴകളും തെങ്ങ്, കവുങ്ങ് എന്നിവയും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പാലക്കാട് ആലത്തൂർ സ്വദേശി നൌഫലാണ് മരിച്ചത്. കുന്നംകുളം പാറേമ്പാടത്ത് ടിപ്പർ ലോറിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ ജില്ലാ കളക്ടറായി എത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും വരുന്ന വർഷത്തെ തൃശൂർ പൂരം വളരെ ഭംഗിയായി നടത്തണമെന്നാണ് ആഗ്രഹമെന്നും പുതിയ ജില്ലാ കളക്ടറായി ചുമതലയേറ്റ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. ജില്ലാ കളക്ടറായി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ ആവശ്യങ്ങളും സാധ്യതകളും എന്തൊക്കെയാണെന്ന് വിശദമായി പഠിച്ച് അവ നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും ജില്ലയുടെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇടപെടൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശ്ശൂർ ജില്ലാ കളക്ടറായി പ്രവർത്തിക്കാൻ ലഭിച്ച അവസരം തന്നെ വലിയൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. ജില്ലയിലെ ആവശ്യങ്ങളും എന്തൊക്കെയാണ് ഇവിടുത്തെ സാധ്യതകളൊന്നും കൂടുതലായിട്ട് പഠിച്ചിട്ട് സമഗ്ര വികസനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും നല്ലൊരു ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് ആഗ്രഹം. വരുന്ന വർഷങ്ങളിൽ പൂരം നല്ല ഭംഗിയായിട്ട് നടത്തണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. സുതാര്യമായ സംവിധാനത്തിലൂടെ ജനങ്ങൾക്ക് വേണ്ട സേവനം സമയബന്ധിതമായും കൃത്യമായും ലഭ്യമാക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അക്കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും കളക്ടർ അഭിപ്രായപ്പെട്ടു. പുതിയ കളക്ടറെ ADM T മുരളീധരൻ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ, മറ്റുദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ സ്വീകരണ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. TCV തൃശൂർ. വർഗീയ പ്രീണനമെന്ന ഒറ്റ അജണ്ടയിൽ മാത്രം വിജയിക്കുന്ന LDF-നും UDF-നും ജനം കനത്ത തിരിച്ചടിയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. 20% വോട്ട് വളർച്ചയിലൂടെ കേരളത്തിലെ ശക്തമായ മൂന്നാം ജനകീയ ബദലായി NDA മാറിയെന്നും സുരേന്ദ്രൻ. തൃശൂരിൽ നടക്കുന്ന NDA സംസ്ഥാന നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ വിശ്വാസയോഗ്യമായ രാഷ്ട്രീയ ബദലായി NDA ശക്തി തെളിയിച്ചു. ഇതുവഴി സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്തം ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് NDAയാണ്, കോൺഗ്രസിനെയല്ല. ഈ വളർച്ച LDF-നെയും UDF-നെയും പരിഭ്രാന്തരാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വർഗീയ പ്രീണനം എന്നുള്ള ഒറ്റ അജണ്ടയുടെ പേരിൽ മാത്രം തെരഞ്ഞെടുപ്പുകൾ വിജയിക്കുന്ന LDF-നും UDF-നും ജനങ്ങൾ നല്ല തിരിച്ചടി കൊടുക്കും. ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിച്ച് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിൽ ജയിക്കാം എന്നുള്ള വ്യാമോഹം ഇരു മുന്നണികളുടെയും വോട്ട് വിഹിതത്തിലുണ്ടായ ചോർച്ചയിലൂടെ ജനങ്ങൾ നിരാകരിച്ചിരിക്കുന്നുവെന്ന് കേരളം അഭിമുഖീകരിക്കുന്ന നിരവധിയായ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ശരിയായ നിലപാടെടുത്ത് ഈ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിരോധം തീർക്കാനുള്ള ഉത്തരവാദിത്തം ജനങ്ങൾ NDA ആണ് ഏൽപ്പിച്ചിരിക്കുന്നത്, UDF-നെയല്ല. കർണാടക സർക്കാരിന്റെ തദ്ദേശീയവാദ നയത്തെയും NDA എതിർത്തു. മണ്ണിന്റെ വാദ നിലപാടെടുക്കാൻ യാതൊരു അർഹതയും കർണാടക സർക്കാരിനില്ല. കേരളത്തിലെ ജനങ്ങളെ ഏറെ ബാധിക്കുന്ന നിലപാടാണിത്. എന്നാൽ ഇതിനെതിരെ കേരളത്തിലെ LDF-ഉം UDF-ഉം ഒരക്ഷരം മിണ്ടിയില്ല എന്നത് കുറ്റകരമായ മൗനമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരിന്റെ ഈ നിലപാട് അംഗീകരിക്കാനാകില്ലെന്നും താൽക്കാലികമായി മരവിപ്പിച്ച നയത്തിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കർണാടകയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിലടക്കം നടക്കുന്ന നിയമനങ്ങൾ ഇനി മുതൽ ഒരു മണ്ണിന്റെ മക്കൾ വാദം അവര് ഔപചാരികമായി തന്നെ അംഗീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു മണ്ണിന്റെ മക്കൾ വാദം ഉന്നയിക്കാനുള്ള യാതൊരു ധാർമ്മികതയും അവർക്കില്ല. 30 ലക്ഷത്തിലേറെ മലയാളികളാണ് ബാംഗ്ലൂരിൽ കാലാകാലങ്ങളായിട്ട് തൊഴിലെടുത്ത് അവരുടെ കുടുംബം പുലർത്തുന്നത്. അവരുടെ ഭാവിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നിലപാടാണ് കർണാടക ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് കേരളത്തിലെ LDF-ഓ UDF-ഓ അവരൊരു അക്ഷരം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. NDA സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ കെ സുരേന്ദ്രന്റെ അധ്യക്ഷതയിലാണ് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നേതൃയോഗം ചേർന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന പ്രഥമ മുന്നണി യോഗമാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ്, NDA വിപുലീകരണം, വരും നാളുകളിലേക്കുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളിൽ കൃത്യമായ രൂപരേഖ തയ്യാറാക്കൽ എന്നിവയെല്ലാമാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം.
NDA സംസ്ഥാന കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി, നേതാക്കളായ കുമ്മനം രാജശേഖരൻ, വി മുരളീധരൻ, PK കൃഷ്ണദാസ്, പത്മകുമാർ അടക്കമുള്ള നേതാക്കളും പങ്കെടുത്തു. TCV തൃശൂർ. മഴ കനത്തതോടെ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. പുല്ലഴി ചെറിയ പാലത്തിൽ വീണ്ടും കുളവാഴയും ചണ്ടിയും അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടു. നിറഞ്ഞൊഴുകുന്ന പുല്ലഴി KLDC കനാലിലെ ചെറിയ പാലത്തിന്റെ തൂണുകളിലാണ് വ്യാപകമായി കുളവാഴിയും ചണ്ടിയും മറ്റു മാലിന്യങ്ങളും അടിഞ്ഞുകൂടി നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നത്. ഇതോടെ അയ്യന്തോൾ, കുറിഞ്ഞായ്ക്കൽ, ഉദയാനഗർ തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് ഭീഷണി നിലനിൽക്കുകയാണ്. ഒരു മാസം മുൻപ് ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ കനാലിലെ കുളവാഴയും ചണ്ടിയും നീക്കിയിരുന്നുവെങ്കിലും മഴവെള്ളത്തിലൊഴുകിയെത്തിയ മാലിന്യങ്ങൾ പാലത്തിന്റെ തൂണിൽ അടിഞ്ഞുകൂടി നീരൊഴുക്ക് വീണ്ടും തടസ്സപ്പെട്ടിരിക്കുകയാണ്. അടിയന്തരമായി തടസ്സങ്ങൾ നീക്കിയില്ലെങ്കിൽ കനാൽ ബണ്ട് പൊട്ടി കോൾപ്പാടത്തേക്ക് വെള്ളം മറിയുകയും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങുകയും ചെയ്യും. അടിയന്തരമായ പ്രശ്നപരിഹാരത്തിന് ഇറിഗേഷൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഡിവിഷൻ കൌൺസിലർ K. രാമനാഥൻ പറഞ്ഞു. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ചണ്ടി കുളവാഴയൊക്കെ നീക്കി നീരൊഴുക്ക് ശരിയാക്കിയതാണ്. പക്ഷെ വീണ്ടും ഇവിടെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കുളവാഴ വന്ന് അടഞ്ഞ പാലത്തിന്റെ തൂണുകളിൽ മുട്ടി നിൽക്കുകയാണ്. ചെറുതായിട്ട് മാത്രമായിട്ട് ഇപ്പോൾ വെള്ളം പോകുന്നത്. ഇതിന്റെ ദോഷം ഇപ്പുറത്ത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ചണ്ടി കുളവാഴി മാറ്റിയില്ലെങ്കിൽ ഇത് താഴ്ന്ന പ്രദേശങ്ങളായ അയ്യന്തോൾ തുടങ്ങി ഉദയനഗർ ആ ഭാഗത്തേക്കുള്ള പ്രദേശങ്ങളും മുങ്ങാൻ സാധ്യതയുണ്ട്. ഈ വിവരം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുകാരെ അറിയിച്ചിട്ടുണ്ട്. അവരതിന് വേണ്ട നടപടി എടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അടിയന്തരമായി നടപടി എടുക്കണമെന്നാണ് അറിയിക്കാനുള്ളത്. ഇത് എല്ലാ വർഷം ഉള്ളൊരു കാര്യമായതുകൊണ്ട് കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ചണ്ടിയും കുളവാഴി നീക്കാനുള്ള നടപടി ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കാത്തതിലുള്ള ചില കുഴപ്പങ്ങളാണ് എന്നും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏനാമാവ് ബണ്ട് പൊട്ടിച്ച് കടലിലേക്ക് വെള്ളം ഒഴുക്കിവിട്ടിരിക്കുന്നതിനാൽ കനാലിൽ നല്ല രീതിയിൽ നീരൊഴുക്കുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം തടസ്സങ്ങളാണ് വെള്ളക്കെട്ടിന് ഇടയാകുന്നത്. TCV ന്യൂസ് തൃശൂർ. കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. കൊണ്ടാഴി 9-ാം വാർഡിൽ കീഴിലത്ത് വീട്ടിൽ സുനിൽകുമാറിന്റെ വീടാണ് മഴയിൽ തകർന്നത്. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും, ചുമരുകൾ ഭാഗികമായും തകർന്നു. ആർക്കും പരിക്കില്ല. മേൽക്കൂര വീണ് വീടിനുള്ളിലെ സാധനങ്ങൾക്ക് നാശം സംഭവിച്ചു. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടൽ പ്രക്ഷുബ്ധമാകാനും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. തൃശൂരിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. ജില്ലയിൽ ഇന്നലെ മാത്രം 5 താലൂക്കുകളിലെ 11 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 58 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 22.13 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം 22 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നിരുന്നു. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി 83 വീടുകൾ ഭാഗികമായും 3 വീടുകൾ പൂർണ്ണമായും തകർന്നു. മറ്റത്തൂർ മുരിക്കുങ്ങൽ താളൂപ്പാടത്ത് കഴിഞ്ഞ രാത്രി കാട്ടാന ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. താളൂപ്പാടം മുണ്ടാടൻ ബാബു, മുണ്ടാടൻ പോൾ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാന നാശനഷ്ടമുണ്ടാക്കിയത്. 250ഓളം വാഴകളും തെങ്ങ്, കവുങ്ങ് എന്നിവയുമാണ് കാട്ടാന ഒടിച്ചിട്ട് നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാട്ടാന ഇറങ്ങിയത്. പതിവായി കാട്ടാനകൾ ഇറങ്ങിയിരുന്ന പ്രദേശത്ത് വനാതിർത്തിയിൽ അധികൃതർ സോളാർ വേലി സ്ഥാപിച്ച ശേഷം കാട്ടാന ശല്യം കുറവായിരുന്നെന്നും കഴിഞ്ഞ 2 ദിവസമായി സോളാർ വേലി ശരിയായി പ്രവർത്തിക്കാത്തതാണ് ആനയിറങ്ങാൻ കാരണമായതെന്നും പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ പറഞ്ഞു. കൃഷിനാശമുണ്ടായ സ്ഥലം വനംവകുപ്പ് അധികൃതരും പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പനും സന്ദർശിച്ചു. ഇറങ്ങാറില്ല. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയൊരു പ്രതിഷേധത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇവിടെ സോളാറിന്റെ ഫെൻസിംഗ് ഒക്കെ കംപ്ലൈന്റുകളൊക്കെ തീർത്ത് ഇത്ര നാളും വളരെ സ്മൂത്ത് ആയിട്ട് പോയേണ്ടിരുന്നായിരുന്നു. പക്ഷെ ഇപ്പോ അത് മെയിൻ്റനൻസ് ഇപ്പൊ കുറെ നാളുകളായിട്ട് അത് ആനകൾ വരാത്തതിന്റെ പേരിലൊക്കെ ആയിരിക്കാം ചിലപ്പോ ഇത് ഇപ്പൊ നിലവിൽ സോളാറിന്റെ ഫെൻസിങ്ങിൽ മെയിൻ്റനൻസിന്റെ ഒരു അഭാവം മൂലം ഇപ്പൊ ഫെൻസിങ് വീണ്ടും തകരാറായിരിക്കുകയാണ്. അപ്പോ ഇപ്പോ ആനകൾ വരാത്തത് കാരണം തന്നെ ആൾക്കാരിപ്പോ ഇവിടുത്തെ ജനങ്ങള് കൃഷിയിലേക്ക് വീണ്ടും സജീവമായി ഇപ്പൊ പുതിയതായിട്ട് വാഴ വെച്ചൊരു സാഹചര്യത്തിലാണ് വീണ്ടും ഇതുപോലെ ആനകൾ ഈ കൃഷി സ്ഥലത്ത് എത്തുകയും 250ഓളം വാഴകളാണ് ഇപ്പൊ നിലവിൽ നമ്മുടെ മുണ്ടാടൻ ബാബുചേട്ടന്റെയും അതുപോലെ തന്നെ പോളേട്ടന്റെ ഒക്കെ വാഴകൾ ഇവിടെ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ ഫെൻസിങ് റിപ്പയർ ചെയ്യുകയും അല്ലെങ്കിൽ തുടർച്ചയായി ഒരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിലവിൽ ഇത്തരം കർഷകർക്ക് ഈ ഫെൻസിങ് ഇട്ടുകൊണ്ട് കാര്യം. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പാലക്കാട് ആലത്തൂർ സ്വദേശി മുച്ചിക്കാട് വീട്ടിൽ ഷാഹുൽ ഹമീദിന്റെ മകൻ 25 വയസ്സുള്ള നൌഫലാണ് മരിച്ചത്.
ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തുനിന്ന് വന്ന ലോറി ടോൾ ഒഴിവാക്കി പോകുന്നതിനായി ആമ്പല്ലൂർ സെന്ററിൽ നിന്ന് കല്ലൂർ റോഡിലേക്ക് തിരിയുന്നതിനിടെ തൃശൂർ ഭാഗത്തുനിന്ന് വന്ന ബൈക്ക് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ നൌഫലിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എറണാകുളത്തെ കൊറിയർ സർവീസിലെ ജീവനക്കാരനാണ് നൌഫൽ. വീട്ടിൽ നിന്ന് ജോലിസ്ഥലത്തേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം. കുന്നംകുളം പാറേമ്പാടത്ത് ടിപ്പർ ലോറിയിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. പോർക്കുളം കൊങ്ങണൂർ സ്വദേശി കായിൽ വളപ്പിൽ വീട്ടിൽ ഷെഫീഖാണ് മരിച്ചത്. ഇന്നുച്ചയ്ക്കാണ് അപകടമുണ്ടായത്. ഇടിച്ച വാഹനം നിർത്താതെ പോയി. എരുമപ്പെട്ടി നെല്ലുവായിൽ കലുങ്കുപാലത്തിന്റെ സ്ലാബ് തകർന്ന് മരത്തടി കയറ്റി വന്നിരുന്ന ലോറി ചെരിഞ്ഞു. നെല്ലുവായ് മുണ്ടംകോട് റോഡിലാണ് അപകടം. മുണ്ടൻകോടിലെ റബ്ബർ തോട്ടത്തിൽ നിന്ന് റബ്ബർ മരത്തടികളുമായി വന്നിരുന്ന ലോറി അമിതഭാരം കയറ്റി വന്നതാണ് കലുങ്കുപാലം തകരാൻ ഇടയാക്കിയതെന്ന് നാട്ടുകാർ പറയുന്നു. ഇതേ തുടർന്ന് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. മുണ്ടൻകോട് ക്ഷേത്ര കവാടത്തിനും സ്വകാര്യ വ്യക്തിയുടെ മതിലിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്കണം ഷംസുദ്ദീൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം വി വിനീത അനുസ്മരണ പ്രഭാഷണം നടത്തി. വയലാർ അവാർഡ് ജേതാവ് കെ വി മോഹൻകുമാർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. അങ്കണം ഷംസുദ്ദീൻ സ്മൃതി പ്രവർത്തകരായ തൃശിവപേരൂർ മോഹനചന്ദ്രൻ, എൻ ശ്രീകുമാർ, ഡോക്ടർ പി സരസ്വതി, പി അപ്പുക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. നാടകാചാര്യൻ സി എൽ ജോസിന് വിശിഷ്ട സാഹിതി സേവാ പുരസ്കാരം നൽകി ആദരിച്ചു. സോഷ്യൽ ഓഡിറ്റ് യൂണിറ്റ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ഡിസ്ട്രിക്ട് സോഷ്യൽ ജസ്റ്റിസ് അസംബ്ലി തൃശൂരിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച സോഷ്യൽ ജസ്റ്റിസ് അസംബ്ലി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സോഷ്യൽ ഓഡിറ്റ് യൂണിറ്റ് കേരള ഡയറക്ടർ ഡോക്ടർ എൻ രമാകാന്തൻ, ജനറൽ ബോഡി അംഗം എ എസ് ദിനകരൻ, സി ചന്ദ്രബാബു, എസ് നിലാഷ, കെ ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ABVP പ്രവർത്തകർ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ ഇരിങ്ങാലക്കുടയിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സർക്കാർ വിദ്യാഭ്യാസം തച്ചുടയ്ക്കുന്നു എന്നാരോപിച്ചാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. ബോയ്സ് സ്കൂളിന് മുന്നിൽ നിന്നാരംഭിച്ച മാർച്ച് ആൽത്തറയ്ക്ക് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധ സമരം ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി യദു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. റോഡ് നിർമ്മാണത്തെ തുടർന്ന് വീട് അപകടാവസ്ഥയിലായതിന്റെ ഭീതിയിലാണ് 74-കാരിയായ ലക്ഷ്മി അമ്മ. തെക്കുംകര പഞ്ചായത്തിലെ പുന്നംപറമ്പ് മലാക്ക ചെന്നിക്കര റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ലക്ഷ്മി അമ്മയുടെ വീട് അപകടാവസ്ഥയിൽ ആയത്. 13 വർഷം മുൻപാണ് മണലിത്തറ മുതിരക്കാൻ പറമ്പിൽ ലക്ഷ്മി മണലിത്തറ മലാക്ക റോഡരികിൽ വീട് വാങ്ങിയത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി 7 മാസം മുൻപ് ലക്ഷ്മിയുടെ വീടിന്റെ മുൻവശം പൊളിച്ചു മാറ്റിയിരുന്നു. ഇതേ തുടർന്ന് വീടിന്റെ തറ ദുർബലമായതോടെ വീട് അപകടാവസ്ഥയിലായി. താഴെ തറയുടെ വശം ഏതാനും മീറ്റർ മാത്രം വരുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്തു തരണമെന്നും അല്ലാത്തപക്ഷം മഴ പെയ്താൽ വെള്ളം താഴേക്കിറങ്ങി
വീട് പൂർണ്ണമായും വീഴുമെന്ന അവസ്ഥയാകുമെന്നും ചൂണ്ടിക്കാട്ടി തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർ, കരാറുകാരൻ എന്നിവർക്ക് പരാതി നൽകിയിരുന്നു. പൊളിച്ച് നേരെയാക്കി തരണം, എനിക്ക് ഇതിന്റെ തറ കെട്ടി തരണം എന്ന് പറഞ്ഞു. കോൺക്രീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇതേവരെ എനിക്ക് ചെയ്തു തന്നിട്ടില്ല. പ്രസിഡന്റിനോട് പറഞ്ഞു, മെമ്പറോട് പറഞ്ഞു. പ്രസിഡന്റ് പറയണത് എന്താന്ന് ചോദിച്ചാൽ ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട് നേരെയാക്കി തരാമെന്നും പറഞ്ഞു. ഇതേവരേക്ക് നേരെയാക്കി തന്നിട്ടില്ല. മഴ തുടങ്ങിയതോടെ വെള്ളം തറയിലേക്ക് ഇറങ്ങാതിരിക്കാൻ പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മൂടിയിരിക്കുകയാണ്. തൊഴിലുറപ്പ് പണിക്ക് പോയി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ലക്ഷ്മിയമ്മ ഏത് നിമിഷവും വീട് തകർന്നു വീഴും എന്ന ഭീതിയിലാണ്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിന് MLAയും നഗരസഭയും ഇടപെടുക, ആശുപത്രിയെ തകർച്ചയിൽ നിന്നും സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് KS വിനോദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ, VG ഉണ്ണികൃഷ്ണൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി KR വിദ്യാസാഗർ, TB സജീവൻ എന്നിവർ സംസാരിച്ചു. കൊടകര മേളകലാ സംഗീത സമിതിയുടെ 14ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ബ്രോഷറിന്റെ പ്രകാശനം ശബരിമല മുൻ മേൽശാന്തി അഴകത്ത് മനക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നിർവഹിച്ചു. കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരി ഏറ്റുവാങ്ങി. സമിതി പ്രസിഡന്റ് ഉണ്ണി പോറാത്ത് അധ്യക്ഷത വഹിച്ചു. NSS കൊടകര ടൗൺ കരയോഗം പ്രസിഡന്റ് MLV നായർ, കൊടകര ഉണ്ണി, വിജിൽ മേനോൻ എന്നിവർ സംസാരിച്ചു. അളഗപ്പ നഗർ കുന്നത്തുപാടം പാടം റോഡ് ഉദ്ഘാടനം ചെയ്തു. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് K. രാജേശ്വരി റോഡ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ ജിജോ ജോൺ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ, ക്ഷേമകാര്യ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജോസി ജോണി, അംഗങ്ങളായ സനൽ മഞ്ഞളി, ദിനിൽ പാലപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. മുൻ MP TN പ്രതാപന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത്. ചിത്രകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഷാജി K. അബ്ദുവിന്റെ സ്മരണാർത്ഥം മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതി ഏർപ്പെടുത്തിയ തദ്ദേശീയ എഴുത്തുകാർക്കുള്ള 2ാമത് ഷാജി K. അബ്ദു സ്മാരക പുരസ്കാരം കവി TK മുത്തുക്കോയ തങ്ങൾക്ക് സമ്മാനിച്ചു. ഷാജി K. അബ്ദുവിന്റെ 2ാം ചരമവാർഷിക ദിനത്തിൽ പുതിയകാവ് തണൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നാടക സിനിമാ സംവിധായകൻ രാജേഷ് ഇരുളം പുരസ്കാരം സമർപ്പിച്ചു. ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതി പ്രസിഡന്റ് TB സന്തോഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സുനിൽ P. മതിലകം അനുസ്മരണ പ്രഭാഷണം നടത്തി. ചങ്ങാതിക്കൂട്ടം സെക്രട്ടറി ജിതി സുധീഷ്, മൂസ വടക്കനോളി, റഹ്മാൻ വലിയകത്ത്, PB സക്കീർ ഹുസൈൻ, PK ധർമ്മരാജ്, സുലത രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഡോക്യുമെന്ററി സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ച സുബിൻ കണ്ണദാസിനെ ആദരിച്ചു. തൃശൂർ അതിരൂപത ടീച്ചേഴ്സ് ഗിൽഡ് പ്രവർത്തന വർഷ ഉദ്ഘാടനം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. അതിരൂപത ഡയറക്ടർ ഫാദർ ജോയ് അടമ്പുകുളം അധ്യക്ഷത വഹിച്ചു. മോൺസിനോർ ജോസ് കോഞ്ഞിക്കര പ്രവർത്തന മാർഗരേഖ പ്രകാശനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജു P. ആന്റണി, സിസ്റ്റർ ആഗ്നസ്, ഗിൽഡ് അതിരൂപത പ്രസിഡന്റ് AD സാജു, ട്രഷറർ PD ആന്റോ തുടങ്ങിയവർ സംസാരിച്ചു. താന്യം, ചാഴൂർ, അന്തിക്കാട് പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി. ചാഴൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചിറക്കൽ GLPS സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. ക്യാമ്പിന് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായി ചാഴൂർ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പുള്ള് മനക്കൊടി റോഡ്, പഴുവിൽ കിഴുപ്പുള്ളിക്കര റോഡ്, തിരുത്തേക്കാട് റോഡ് എന്നിവയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. കാട്ടൂർക്കടവ്, നന്ദി, ചിറക്കൽ റോഡിലും വെള്ളം കയറി. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്ത് വീടുകൾ വെള്ളക്കെട്ടിലായി. വാടാനപ്പള്ളി MLA വളവ് പരിസരം രൂക്ഷമായ വെള്ളക്കെട്ടിൽ.
12ഓളം വീട്ടുകാരും അങ്കണവാടിയുമാണ് വെള്ളത്തിലായത്. ഇതുമൂലം കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ തീരാ ദുരിതത്തിലായി. വെള്ളം ഒഴുകിപ്പോയിരുന്ന കൽവെട്ടുകൾ മൂടിപ്പോയതാണ് വെള്ളക്കെട്ടിന് കാരണമായി വീട്ടുകാർ പറയുന്നത്. സ്വകാര്യ വ്യക്തികൾ പ്രധാന നീർച്ചാലും കൈത്തോടും കയ്യേറിയതായും ഇവർ ആരോപിച്ചു. പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട്. കുടിവെള്ള സ്രോതസ്സുകളും മലിനജലം നിറഞ്ഞ് ഉപയോഗശൂന്യമായി. പരമ്പരാഗതമായി വെള്ളം ഒഴുകിയിരുന്ന കൈത്തോടുകളുടെ കയ്യേറ്റം ഒഴിവാക്കി വെള്ളം ഒഴുക്കിക്കളയാനുള്ള അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വാടനപ്പള്ളി MLA വളവ് സുഭാഷ് റോഡിൻ്റെ വടക്ക് ഭാഗത്ത് വെള്ളക്കെട്ട്. അത് ഇങ്ങനെ വെള്ളക്കെട്ട് വരാൻ കാരണം ഇവിടെ തോടുകൾ ഉണ്ടായിരുന്നു. ആ കിഴക്കേ സെക്ഷൻ വെള്ളവും ഈ വടക്കേ സെക്ഷൻ വെള്ളം 2 സെക്ഷൻ വെള്ളം പോയിരുന്ന 2 കൽബർട്ട് ഇവിടെ മൂട്ടിപ്പോയിട്ട് പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ പഞ്ചായത്തിൽ അതിൽ റെക്കോർഡില്ല എന്നാണ് പറഞ്ഞത്. വെറും രാഷ്ട്രീയ കളി കൊണ്ട് മാത്രം ഞങ്ങൾ ഇവിടെ നോക്കിയത്. ഇളവള്ളി പഞ്ചായത്തിൽ തണ്ണീർക്കുടം പദ്ധതി പ്രകാരം നവീകരിച്ച പൊതുകിണർ പുല്ലും കുറ്റിച്ചെടികളും വളർന്ന് വീണ്ടും ഉപയോഗശൂന്യമായി. 1 ലക്ഷത്തിലേറെ രൂപ ചിലവഴിച്ചാണ് പഞ്ചായത്ത് പൊതുകിണറുകൾ നവീകരിച്ചത്. പദ്ധതി നടപ്പിലാക്കി 2 വർഷം തികയുന്നതിനു മുന്നേ പല കിണറുകളും പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ് കാണാൻ സാധിക്കാത്ത അവസ്ഥയിലും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത സ്ഥിതിയിലുമായി. കാട് കയറി ഉപയോഗശൂന്യമായ കിണറിൽ റീത്ത് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ജോബിൻ ജോസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ബിബിൻ സെബി അധ്യക്ഷത വഹിച്ചു. മിലൻഡോ ഷാജി, സിജോ വിജെ എന്നിവർ സംസാരിച്ചു. രാമായണ മാസത്തോടനുബന്ധിച്ച് മുണ്ടത്തിക്കോട് കല്ലടി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ സൗജന്യ ഔഷധക്കഞ്ഞി വിതരണം ആരംഭിച്ചു. ട്രസ്റ്റ് ചെയർമാൻ മാരാത്ത് ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി എ സുധീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. പാതിരിക്കോട്ടുകാവ് ക്ഷേത്രസമിതി സെക്രട്ടറി രാജു മാരാത്ത്, EM രാമപ്രസാദ്, G രഘുനാഥ് എന്നിവർ നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബാങ്ക് പെൻഷൻകാരുടെ ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പ്രതിഷേധ ധർണയും അവകാശ ദിനാചരണവും സംഘടിപ്പിച്ചു. ബാങ്ക് പെൻഷൻകാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, പൊതുമേഖലാ ബാങ്കിംഗ് വ്യവസായം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കോർപ്പറേഷന് ഓഫീസിനു മുന്നിൽ സംഘടിപ്പിച്ച ധർണ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ കോൺഫെഡറേഷൻ ജനറൽ സെക്രട്ടറി വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഐക്യവേദിയുടെ കൺവീനർ കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൺവീനർമാരായ CL വർഗീസ്, PK വിപിൻ ബാബു, N സുരേഷ്, PH വിനീത തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് മല്ലൻകുഴിയിലേക്ക് മഴയാത്ര നടത്തി ഇടം സാംസ്കാരിക വേദി അംഗങ്ങൾ. മഴക്കാല വിനോദ കേന്ദ്രമായ മല്ലൻകുഴി നീർച്ചോലയെ പ്രകൃതി വിനോദസഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തുകയെന്നതാണ് യാത്രയുടെ ലക്ഷ്യം. കടങ്ങോട് വനാതിർത്തിയിലൂടെ ഒഴുകുന്ന നീർച്ചോലയാണ് മല്ലൻകുഴി. വനദേവനായ മല്ലന്റെ കാൽപാദം പതിഞ്ഞ് കുഴിയുണ്ടായ പ്രദേശമായതിനാലാണ് മല്ലൻകുഴി എന്ന പേര് വന്നതെന്നാണ് ഐതിഹ്യം. നീർച്ചോലയ്ക്ക് സമീപം മല്ലൻകാവ് സ്ഥിതി ചെയ്യുന്നുണ്ട്. മഴക്കാലമായാൽ തെളിനീരുമായി നിറഞ്ഞൊഴുകുന്ന മല്ലൻകുഴി പ്രകൃതി സ്നേഹികളുടെ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. ആഴം കുറഞ്ഞ ജലാശയങ്ങളും അപകട സാധ്യത കുറവുള്ള ചെറുവെള്ളച്ചാട്ടങ്ങളുമാണ് മല്ലൻകുഴിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കുട്ടികളും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാം. എന്നാൽ മല്ലൻകുഴി അത്രമാത്രം പ്രസിദ്ധമല്ലാത്തതിനാൽ പ്രദേശവാസികളാണ് കൂടുതലും ഇവിടെ എത്താറുള്ളത്. മല്ലൻകുഴിയുടെ മനോഹാരിത കൂടുതൽ പേരിലേക്ക് എത്തിക്കുക, പ്രകൃതിയിൽ നിന്ന് അകന്നുപോകുന്ന മനുഷ്യ സമൂഹത്തെ പ്രകൃതിയിലേക്ക് അടുപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഇടം സാംസ്കാരിക വേദി മഴയാത്ര സംഘടിപ്പിച്ചത്. കുടുംബസമേതമാണ് ഇടം അംഗങ്ങൾ മഴയാത്രയിൽ പങ്കാളികളായത്. 2 കിലോമീറ്ററോളം ദൂരം നടന്നാണ് മല്ലൻകുഴിയിലെത്തിയത്. മഴയാത്ര പുതുമയും ഹൃദ്യവുമായ അനുഭവങ്ങളാണ് സമ്മാനിച്ചതെന്ന് വിനോദസംഘത്തിലെ വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു. ഞങ്ങളുടെ അടുത്ത പ്രദേശത്തുള്ള ഒരു സ്ഥലമാണ് മല്ലൻകുഴി. എല്ലാവരും ഒരിക്കലെങ്കിലും ഇവിടെ വന്നു നോക്കണം. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ സേഫ് ആയിട്ട് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് മല്ലൻകുഴി. ഇവിടെ നന്നായി പല പല സോൺ ഉണ്ട്. അവിടെ എല്ലാവർക്കും ഒരുപോലെ സേഫ് ആയിട്ട് നമുക്ക് സന്തോഷിക്കാൻ എല്ലാവർക്കും പറ്റും. ഇടം സാംസ്കാരിക വേദി പ്രസിഡന്റ് പ്രീതി രാജേഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷൌക്കത്ത് കടങ്ങോട്, EK മിനി, അബ്ബാസ് വെള്ളർക്കാട്, ഫരീദ് അലി, KR രാധിക, NS സത്യൻ എന്നിവർ നേതൃത്വം നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി.
ആദൂർ മഹാത്മാ ലോവർ പ്രൈമറി സ്കൂളിൽ കരാട്ടെ യോഗ പരിശീലനം ആരംഭിച്ചു. എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ ലൈജുമോൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബിജു എയാൽ അധ്യക്ഷനായി. സീനിയർ കരാട്ടെ മാസ്റ്റർ സെൻസായി കുഞ്ഞിമൊയ്തീൻകുട്ടി, സ്കൂൾ മാനേജർ PK വിനയകുമാർ, പഞ്ചായത്ത് മെമ്പർ PA മുഹമ്മദ് കുട്ടി, കരാട്ടെ ഇൻസ്ട്രക്ടർ ഹമീദ്, യോഗ ട്രെയിനർ നുസ്രത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഈ പരിശീലനത്തിന്റെ ഉദ്ഘാടന പരിപാടികൾക്ക് നേതൃത്വം നൽകിയ നമ്മുടെ ബഹുമാനായ സ്കൂൾ മാനേജർ വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് SSLC +2 പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടി വിജയിച്ച കുട്ടികളെ അനുമോദിച്ചു. ചടങ്ങിൽ എൻഡോമെന്റ് വിതരണവും ക്ലാസ് ടോപ്പർമാരായ കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് വിതരണവും നടന്നു. MP.K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം P സാബിറ എൻഡോമെന്റ് വിതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VG ദീപു പ്രസാദ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വിമല പ്രഹ്ലാദൻ എന്നിവർ സംസാരിച്ചു. കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള 153ാമത് സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് ക്യാമ്പ്. ക്യാമ്പിൽ പങ്കെടുക്കാനെത്തുന്നവർ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. P രാധാകൃഷ്ണൻ, KK വെങ്കിടാചലം, അനിൽ വടക്കേടത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും കുറഞ്ഞു. തുടർച്ചയായ 2ാം ദിനമാണ് സ്വർണ്ണവില കുറയുന്നത്. സർവകാല റെക്കോർഡിലെത്തിയ സ്വർണ്ണവില ഇന്നലെ ഇടിയുകയായിരുന്നു. പവന് ഇന്ന് 360 രൂപ കുറഞ്ഞു. 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില 54,520 രൂപയാണ്. ഇന്നലെ 120 രൂപ കുറഞ്ഞിരുന്നു. 2 ദിവസം കൊണ്ട് 480 രൂപയാണ് കുറഞ്ഞത്. ബുധനാഴ്ച സ്വർണ്ണവില ഒറ്റയടിക്ക് 720 രൂപ വർദ്ധിച്ച് 55,000ലേക്ക് എത്തിയിരുന്നു. കേരള ജ്യോതിശാസ്ത്ര പരിഷത്ത് വാർഷിക സമ്മേളനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന സമ്മേളനം ഡിസ്ട്രിക്ട് ജഡ്ജി TK മിനിമോൾ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ KS പീതാംബര പണിക്കർ, പൊറക്കാട്ട് നാരായണൻ, MK മധു, ശക്തിധരൻ എരങ്ങേടത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ബിയേർഡ് സൊസൈറ്റി ചാരിറ്റി സംഘടനയുടെ വാർഷികാഘോഷം ഞായറാഴ്ച നടക്കും. ചാവക്കാട് ബ്ലാങ്ങാട് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വാർഷികാഘോഷം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായ ശരത് കൃഷ്ണനും ഗീതാമയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ഷെഫീഖ് സുലൈമാൻ, അരുൺ പിഴല തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വകാര്യ ടെലികോം കമ്പനികളുടെ അന്യായ നിരക്ക് വർധനവിനെതിരെ AIYF ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി ഉദ്ഘാടനം ചെയ്തു. AIYF മണ്ഡലം പ്രസിഡന്റ് ജിനേഷ് പീച്ചി അധ്യക്ഷത വഹിച്ചു. PS അഖിൽ, സനിൽ വാണിയമ്പാറ, അർജുൻ മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. അവിട്ടത്തൂരിലെ കൂട്ടായ്മയായ അഗസ്ത്യ ഗ്രൂപ്പ് ഓഫ് യൂണിറ്റിയുടെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അവിട്ടത്തൂർ LBSM സ്കൂളിൽ ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ് നടക്കുക. ക്യാമ്പിന്റെ ഉദ്ഘാടനം സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ നിർവഹിക്കും. ഭാരവാഹികളായ ശ്യാംരാജ് തെക്കാട്ട്, T ശിവകുമാർ, KV ശിവൻ, അഖിൽ ഉണ്ണികൃഷ്ണൻ, VS മോഹനൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മെറിറ്റ് ഡേ ആഘോഷിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ അധ്യക്ഷത വഹിച്ചു. തിരക്കഥാകൃത്ത് PS റഫീഖ്, നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീല പണിക്കശ്ശേരി, ലത ഉണ്ണികൃഷ്ണൻ, KS കൈസാബ്, LC പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ.
സ്വർണം ഗ്രാമിന് 6785 രൂപ, പവന് 54,280 രൂപ, വെള്ളി ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3711 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ജില്ലാ കളക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു. അടുത്ത വർഷത്തെ തൃശൂർ പൂരം ഗംഭീരമായി നടത്തണമെന്നാണ് ആഗ്രഹമെന്ന് കളക്ടർ. NDA നേതൃയോഗം തൃശൂരിൽ നടന്നു. വർഗീയ പ്രീണനമെന്ന ഒറ്റ അജണ്ടയിൽ മാത്രം വിജയിക്കുന്ന LDF-നും UDF-നും ജനം കനത്ത തിരിച്ചടിയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. 20% വോട്ട് വളർച്ചയിലൂടെ കേരളത്തിലെ ശക്തമായ മൂന്നാം ജനകീയ ബദലായി NDA മാറിയെന്നും സുരേന്ദ്രൻ. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. പുല്ലഴി ചെറിയ പാലത്തിൽ വീണ്ടും കുളവാഴയും ചണ്ടിയും അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടു. മറ്റത്തൂർ താളൂപ്പാടത്ത് കാട്ടാനയിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. 250ഓളം വാഴകളും തെങ്ങ്, കവുങ്ങ് എന്നിവയും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പാലക്കാട് ആലത്തൂർ സ്വദേശി നൌഫലാണ് മരിച്ചത്. കുന്നംകുളം പാറേമ്പാടത്ത് ടിപ്പർ ലോറിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.